ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരി അദ്ദേഹം കൂടി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഇത് സംബന്ധിച്ച് നമ്മളോട് സംസാരിക്കുന്നതിനായിട്ട്. ഡോക്ടറെ, എങ്ങനെയാണ് നമുക്ക് ഇതിനെ വിലയിരുത്താൻ കഴിയുക? കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ ബെഞ്ചമിൻ നെതന്യാഹു കൃത്യമായിട്ട് ഓസ്ട്രേലിയൻ ഗവൺമെന്റിന് കൃത്യമായിട്ട് കത്തെഴുതുകയുണ്ടായി. ആ കത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഐ ആം കൺസേൺഡ് വിത്ത് ദ അലാമിംഗ് റൈസ് ഓഫ് ആന്റിസെമിറ്റിസം ഇൻ ഓസ്ട്രേലിയ ആൻഡ് ദ ലാക്ക് ഓഫ് ഡിസിസീവ് ആക്ഷൻ ബൈ യുവർ ഗവൺമെന്റ് ടു കോൺഫ്രണ്ട് ഇറ്റ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു വലിയ എഴുത്ത് അദ്ദേഹം കഴിഞ്ഞ ഓഗസ്റ്റിൽ എഴുതിയെന്ന് പറയുന്നത്. ഇപ്പം അതുകൊണ്ടാണ് ഇസ്രായേൽ പറയുന്നുണ്ട് ഞങ്ങൾ കൃത്യമായി മുന്നറിയിപ്പൊക്കെ നിങ്ങൾക്ക് തന്നായിരുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ കൃത്യമായി മുന്നറിയിപ്പ് കൊടുത്തായിരുന്നു ഇതുപോലെ ആന്റിസെമിറ്റിസം കൃത്യമായിട്ട് ഉണ്ടാകുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം മുന്നറിയിപ്പ് കൊടുത്തതാണ്. അതിനുശേഷം ഇപ്പോൾ ഇത് ആക്രമണം ഉണ്ടായിരിക്കുന്നു. അത് വലിയൊരു ആക്രമണം തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എങ്ങനെയാണ് അങ്ങ് ഇതിനെ വിലയിരുത്തുന്നത്? കാരണം ലേബർ പാർട്ടിയാണ് ഭരിക്കുന്നത്. ലേബർ പാർട്ടിയുടെ നയങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, യൂറോപ്പിലാണെങ്കിലും ഇവിടെയാണെങ്കിലും എല്ലാം. എങ്ങനെയാണ് അങ്ങ് ഈ ആക്രമണത്തെ വിലയിരുത്തുന്നത്? ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ മനോഭാവത്തെ എങ്ങനെയാണ് അങ്ങ് കാണുന്നത് ഇതിനോട്? ഇതില് ലേബർ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ലേബർ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കാര്യമായ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നുള്ളത് അവരുടെ തന്നെ പ്രാഥമിക അന്വേഷണത്തിന്റെ റിപ്പോർട്ടുകളിൽ തന്നെ വളരെ വ്യക്തമാണ്. കാരണം ഈ അക്രമത്തിൽ ഉൾപ്പെട്ട ഒരു അച്ഛനും മകനുമാണ് ഇതിനകത്തുള്ളത്. ഇവര് പാകിസ്ഥാനികളാണ് എന്ന് പറയപ്പെടുന്നു. ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഇതുവരെ ഇവര് പാകിസ്ഥാനികളാണ് എന്നുള്ള വിവരം പുറത്തുവിട്ടിട്ടില്ല. എങ്കിലും ചില ന്യൂസ് ഏജൻസികൾ ഇവര് പാകിസ്ഥാനികളാണെന്ന് പറയുന്നു. ഇതിൽ ഈ അച്ഛൻ ആയിട്ടുള്ള ആള്, അയാൾക്ക് ഏകദേശം 50 വയസ്സ് പ്രായമുണ്ട്, മിസ്റ്റർ അക്രം. അദ്ദേഹം ഈ 6 തോക്കുകൾ അയാൾ കയ്യിൽ വെച്ചിട്ടുണ്ടായി. ഈ 6 തോക്കുകളും ലൈസൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺസ് തന്നെയാണ്. അപ്പൊ ഇദ്ദേഹം ഫണ്ടിന് വേണ്ടി മൃഗങ്ങളെ വേട്ടയാടാൻ ഉപയോഗിക്കാൻ എന്ന നിലയ്ക്ക് നീളം കൂടിയ കുഴലുകളുള്ള തോക്ക്, നീളം കൂടിയ കുഴലിന്റെ തോക്കിന്റെ പ്രത്യേകത ദൂരേക്ക് വെടിവെക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇദ്ദേഹം നമ്മള് വീഡിയോയിലൊക്കെ ഇപ്പൊ എല്ലാവരും കണ്ടതുപോലെ ഒരു പാലത്തിൽ നിന്നുകൊണ്ട് കുറെ അകലെയുള്ള ബീച്ചിൽ തടിച്ചുകൂടിയ ആളുകളുടെ ഇടയിലേക്ക് വെടിവെക്കുകയാണ് ചെയ്തത്. അപ്പൊ അത് കൃത്യമായ ലക്ഷ്യം വെച്ചുകൊണ്ട് വളരെ ദൂരേക്ക് വെടിവെക്കുന്ന സമയത്ത് കൊള്ളാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ അതിന് ആ ടൈപ്പ് തോക്ക് വേണം. അപ്പൊ മൃഗങ്ങളെ വേട്ടയാടാൻ വേണ്ടി ഉപയോഗിക്കുന്ന തോക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ അപ്പനും മകനും കൂടി ഈ ഒരു കൃത്യം ചെയ്തിട്ടുള്ളത്. ഇയാള് ISIS-ന്റെ പ്രവർത്തകനാണ് എന്ന നിലയ്ക്കുള്ള ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ കോർ ആയിട്ടുള്ള ഒരു ടെററിസ്റ്റ് അല്ല, പക്ഷെ ടെററിസ്റ്റ് ആശയങ്ങളോട് താല്പര്യമുള്ള ആളാണ് എന്നുള്ളതും 6 വർഷം മുൻപ് തന്നെ അന്വേഷണ ഏജൻസികൾക്ക് വിവരമുള്ളതാണ്. അപ്പൊ 6 വർഷം മുമ്പ് അന്വേഷണ ഏജൻസികൾക്ക് ഒരു ടെററിസ്റ്റിലേക്ക് ടെൻഡൻസി ഉള്ള ഒരാൾ, പ്രത്യേകിച്ചും ഇസ്ലാമിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ മുസ്ലിമാണ്, ഇസ്ലാമിസ്റ്റ് ആണ്. അപ്പൊ ഇസ്ലാമിസ്റ്റ് ആയിട്ടുള്ള ഒരാളുടെ കയ്യിൽ 6 തോക്കുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള വലിയ വീഴ്ചയെയാണ് വാസ്തവത്തിൽ സൂചിപ്പിക്കുന്നത്. അപ്പൊ അയാള് ഇങ്ങനെ ഇസ്ലാമിസ്റ്റ് ആശയങ്ങളോട് ചായ്വുള്ള ഒരു മനുഷ്യന്റെ കയ്യില് 6 വെപ്പൺ ഉണ്ട് എന്നുള്ളത് ഇതുപോലെ ഡിജിറ്റലൈസ് ചെയ്തിട്ടുള്ള ഒരു ഭരണ സംവിധാനമുള്ള ഓസ്ട്രേലിയൻ ഗവൺമെന്റിനെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ ഗവൺമെന്റ് അത് തിരിച്ചറിഞ്ഞിട്ടും ഇയാളുടെ കയ്യിൽ ഈ 6 തോക്കുകൾ സൂക്ഷിക്കാൻ അനുവദിച്ചു എന്നുള്ളതാണ്. ഈ 6 തോക്കുകളും ഇയാളുടെ ഇവരുടെ കയ്യിൽ നിന്ന് വീണ്ടെടുത്തു എന്നുള്ളതാണ്. ഈ അപ്പനും മകനും അതിൽ നമുക്ക് കാണാം ഈ വെപ്പൺ ഉപയോഗിക്കുന്ന 2 തോക്കാണ് മകന്റെ കയ്യിലുള്ളത്. അപ്പൻ ഒരു തോക്ക് കൊണ്ടാണ് ആദ്യം ഇറങ്ങുന്നത്. അയാൾ ഇറങ്ങിയിട്ട് അയാളെ പാലത്തിൽ നിന്ന് ബീച്ചിലേക്ക് ഇറങ്ങുന്നുണ്ട്. ബീച്ചിലേക്ക് ഇറങ്ങുന്ന സ്ഥലത്താണ് അഹമ്മദ് അൽ അഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ ഇളക്കിപ്പെടുന്നത്. വാസ്തവത്തിൽ ഇതിനകത്ത് മതം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മാത്രമേ ആക്ട് ചെയ്തിട്ടുള്ളൂ. മറ്റേ ഭാഗത്ത് ആക്ട് ചെയ്തത് മനുഷ്യനാണ്. മനുഷ്യരെ ആക്രമിക്കുന്നത് കണ്ടപ്പം സ്വാഭാവികമായിട്ടും ഏതൊരു മനുഷ്യനും ഉണ്ടാകാവുന്ന ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആണ് മനുഷ്യരെ രക്ഷിക്കണമെന്നുള്ളത്. കാരണം വളരെ റിസ്കി ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് അയാൾ അങ്ങനത്തെ ഒരു കാര്യം ചെയ്യുന്നത്. പിന്നിൽ നിന്ന് പോയിട്ട് അയാൾക്കും ഏകദേശം 50 വയസ്സോളം പ്രായമുള്ള ആളാണ് മറ്റേ ആളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന ആള്. അപ്പൊ ആ ഒരു പ്രായത്തില് മെഷീൻ ഗൺ പോലെ പവർഫുൾ ആയിട്ട്, മെഷീൻ ഗൺ അല്ല, സ്നിപ്പർ ഗൺ എന്ന് പറഞ്ഞ ടൈപ്പ് തോക്കാണ്. അങ്ങനെയുള്ള തോക്കും പിടിച്ചേക്കുന്ന ഒരു അക്രമിയെ കയറി കൈകാര്യം ചെയ്തു എന്ന് പറയുന്നത് അത് എക്സ്ട്രീം മനുഷ്യ സ്നേഹത്തിന്റെ ഭാഗമാണ്. അത് മാനുഷികമായ വികാരമാണ്. സഹജീവികളെ കൊല്ലപ്പെടുന്നല്ലോ എന്നുള്ള ആ ഒരു വികാരത്തിൽ നിന്നാണ് ആ മനുഷ്യൻ കയറി പിടിക്കുന്നത്. അയാളുടെ പുറകെ വേറൊരാൾ ഓടുന്നുണ്ട്. മറ്റേ ആൾ ഓടി ചെല്ലുമ്പോഴത്തേക്കും അയാളുടെ കൂടെയുള്ള സ്ത്രീയാണെന്ന് തോന്നുന്ന ഒരാൾ പോകല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ പോലും അതാണ് മനുഷ്യ വികാരം എന്ന് പറയുന്നത്. നോർമൽ മനുഷ്യന്റെ വികാരം അതാണ്. സഹജീവികൾ അപകടത്തിൽപ്പെടുമ്പം അതിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ വികാരം. അവിടെ ക്രിസ്ത്യാനിയാണോ ഹിന്ദുവാണോ മുസ്ലിമാണോ എന്നുള്ളതില്ല. അതിനകത്ത് മതം ചേർക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെയൊക്കെ മാധ്യമങ്ങളുടെ ഏറ്റവും വലിയ തകരാറ്. കൊന്നവനെ മതമുള്ളൂ, ചത്തവന് മതമൊന്നുമില്ല. കൊന്നവൻ ഹീസ് ഡ്രിവൺ ബൈ ഇസ്ലാമിസ്റ്റ് ഐഡിയോളജി. അത് ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് അപ്പനും മകനുമാണെന്ന് ഓർക്കണം.
അവര് ഇവിടെ വന്ന് ആക്രമണം നടത്തുമ്പോൾ അവർ പാകിസ്ഥാനിൽ നിന്ന് വന്നവരായാലും ഏത് രാജ്യത്ത് നിന്ന് വന്നവരായാലും അവിടെ ആക്രമണം നടത്തിയാൽ അവിടെ കൊല്ലപ്പെടും എന്നുള്ളത് 100% ഉറപ്പാണ്. ആത്മഹത്യാപരമായ ഒരു പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അപ്പോൾ അപ്പൻ മകനെയും കൂട്ടിക്കൊണ്ടുവന്ന് അത്തരം ഒരു കാര്യം ചെയ്യണമെങ്കിൽ അവരുടെ ബോധ്യം എത്ര വലുതാണെന്ന് ആലോചിച്ച് നോക്കണം. അതായത് ജൂതന്മാരെ കൊല്ലണം എന്നുള്ള ആ ഒരു ബോധ്യം, അത് മരിച്ചാലും കൊല്ലണം. സാധാരണ അപ്പന്മാർ ഒരിക്കലും മക്കളെ അപകടത്തിലേക്ക് വലിച്ചു കൊണ്ടുവരികയല്ല. ഇത് അച്ഛൻ തന്നെ മകനെ അപകടത്തിലേക്ക് വലിച്ചു കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. മരണം എന്ന അപകടത്തിലേക്ക് വലിച്ചു കൊണ്ടുവന്നത്, സാധാരണ അപകടത്തിലേക്കല്ല. എന്നിട്ട് അച്ഛനും മോനും കൂടി കമ്പൈൻഡ് ആയിട്ട് ആക്രമണം നടത്തുന്നു. ആളുകളെ കണ്ടാൽ തന്നെ അറിയാം അവരെന്തെങ്കിലും ദാരിദ്ര്യമുള്ളവരോ ബുദ്ധിമുട്ടുള്ളവരോ ഒന്നുമല്ല. മാത്രമല്ല അവർ ഇന്നും ഇന്നലെയും ഒന്നും ഓസ്ട്രേലിയയിൽ എത്തിയവരല്ല. ഏതോ കാലത്ത് ഓസ്ട്രേലിയയിൽ എത്തിയവരാണെന്ന് പറഞ്ഞാൽ ആ ഓസ്ട്രേലിയൻ കൾച്ചർ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അസിമിലേറ്റ് ചെയ്യാനുള്ള ധാരാളം സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ആ കൾച്ചറെ അസിമിലേറ്റ് ചെയ്യുന്നതിന് പകരം തങ്ങളുടെ ഉള്ളിലുള്ള മത ആശയങ്ങളാൽ അവർ പ്രതീക്ഷിച്ചിട്ടുള്ള പൈശാചികത, ആ പൈശാചികതയെ ഓരോ ദിവസവും ഊട്ടി ഉറപ്പിച്ച് കൊണ്ടുവന്ന് ഇത്തരം ഒരു ആക്രമണത്തിലേക്ക് അവര് നടന്ന് അടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് വീഴ്ചയില്ലെന്ന് വെച്ചാൽ ലേബർ ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് ഇപ്പൊ മാത്രമൊന്നുമല്ല, അവര് അഭയാർത്ഥികളെ പ്രവേശിപ്പിക്കുന്ന കാര്യത്തിൽ അടക്കം അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ചകളാണ് വാസ്തവത്തിൽ ഇതിലേക്ക് നയിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. അവിടെ രാജ്യങ്ങൾ അഭയാർത്ഥികളായി എത്തുന്നവരെ വെറും 6 മാസം മാത്രം അഭയാർത്ഥി ക്യാമ്പുകളിൽ താമസിപ്പിക്കുകയും അതിനുശേഷം ഏതെങ്കിലും ഒരു തൊഴിലെ ട്രെയിൻ ചെയ്ത് അവന് അത് പ്രാക്ടീസ് ചെയ്യാൻ അവസരം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന രീതി ഓസ്ട്രേലിയയിലുണ്ട്. ഈ ഒരു സാഹചര്യം വളരെയേറെ മുതലെടുത്തുകൊണ്ട് വിവിധ രാജ്യങ്ങളിൽ നിന്ന്, അത് സിറിയ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന്, ലെബനോണിൽ നിന്ന് ഒക്കെ അഭയാർത്ഥികളായിട്ടുള്ള മുസ്ലിമുകളായിട്ടുള്ള ആളുകൾ കൂട്ടത്തോടെ എത്തിപ്പെടുകയും അവരവിടുന്ന് ഈ ബാർബർ, അതുപോലെ ടോയ്ലറ്റ് ക്ലീനർ, ഇമാതിരിയുള്ള പണികളൊക്കെ പഠിച്ച് പുറത്തിറങ്ങുകയും ഇത്തരം പണികൾക്ക് സമൂഹത്തില് കൂടുതൽ ജോലിക്കാരെ ആവശ്യമുള്ള ആളുകളെ ഇവരെ ഉപയോഗിക്കുകയും അങ്ങനെ സാധാരണ ഒരു പണിക്കാരന് കിട്ടുന്നതിൽ എത്രയോ അധികം പണം ഇവർ പെട്ടെന്ന് സമ്പാദിച്ചു കൂട്ടുകയും, അങ്ങനെ പുരുഷന്മാരായിട്ടുള്ള ആളുകൾ അവനൊരു പെണ്ണിനെ കൊണ്ട് വന്നതെങ്കിൽ അവൻ പോയിട്ട് പിന്നെ വേറൊരു പെണ്ണിനെ കൊണ്ടുവരുന്നു. ഇവർക്ക് ഭാര്യമാരുടെ കൂട്ടിക്കൊണ്ടുവരുന്നു, പ്രൊഡക്ഷൻ കൂട്ടുന്നു. ഇവര് ഈ കുറച്ചു നാൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഏകദേശം 5 വർഷം ഇവിടെ താമസിച്ചു കഴിഞ്ഞാൽ അവർക്ക് സിറ്റിസൺഷിപ്പ് കിട്ടുന്ന ഒരു സാഹചര്യമാണ്. 3 വർഷത്തോളം ഇങ്ങനെ തൊഴിൽ ചെയ്ത് ജീവിച്ച് പ്രത്യേകിച്ച് അക്രമ പ്രവർത്തനങ്ങളിലൊന്നും ഏർപ്പെടുന്നില്ലെങ്കിൽ പെർമനന്റ് റെസിഡൻസ് കിട്ടും. 4-5 വർഷം കഴിഞ്ഞാൽ സിറ്റിസൺഷിപ്പ് കിട്ടും. അങ്ങനെ സിറ്റിസൺ ആവുന്നവരുടെ വോട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ലേബർ പാർട്ടി ഇവരെ ഇവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്ത കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. അവിടെ വരുന്ന ഈ അഭയാർത്ഥികളായിട്ടുള്ള ആളുകൾ, അവർ പാകിസ്ഥാനികളായിക്കൊള്ളട്ടെ അഫ്ഗാനിസ്ഥാനികളായിക്കൊള്ളട്ടെ, അവർ വരുന്നൊരു പ്രത്യേക പർപ്പസുമായിട്ടാണ് ഈ രാജ്യത്തെ തകർത്തുകളെ സ്വന്തം ജീവിതം കരിപിടിപ്പിക്കുക എന്നതിനേക്കാൾ ഏറെ മതം വളർത്തുക എന്ന ലക്ഷ്യത്തോട് വരുന്ന ആളുകളാണ്. അത് തിരിച്ചറിയാതെ തങ്ങൾക്ക് വോട്ട് കിട്ടിയാൽ മതി എന്നൊരു താല്പര്യത്തോടെ ഈ കൂട്ടരെ കൊണ്ടുവന്ന് ഇവർക്ക് ആദ്യം പെർമനന്റ് റെസിഡൻസും പിന്നീട് സിറ്റിസൺഷിപ്പും കൊടുത്ത് അവരുടെ വോട്ട് ഉറപ്പാക്കി. കാരണം ഈ ലേബർ പാർട്ടി അധികാരത്തിൽ ഇരുന്നാൽ മാത്രമേ അവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് ഈ അവരുടെ വോട്ട് ഉറപ്പാക്കി അവരെ അവിടെ താമസിപ്പിക്കുന്നു. അതിന്റെ ഫലമായിട്ട് കിട്ടിയ സംഗതി അത്. ഇതേ കാര്യം യൂറോപ്പിൽ സംഭവിക്കുന്നുണ്ട്. ലേബർ പാർട്ടികളെ യൂറോപ്പിലെ രാജ്യങ്ങളിലും ഈ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുള്ള പാർട്ടികൾ നടത്തുന്ന പരിപാടിയാണിത്. എങ്ങനെയെങ്കിലും വോട്ട് വാങ്ങി അധികാരത്തിലെത്താൻ ഇതുപോലെ പുറത്തു നിന്ന് വരുന്ന പാമ്പിനെ പാല് കൊടുത്ത് വളർത്താം, എന്നിട്ട് പാമ്പിന് കടി വാങ്ങിക്കുക. ഇവിടെ സംഭവിച്ച കാര്യം നമുക്കറിയാം. ഹനൂക്ക് എന്ന് പറയുന്ന ആ ഒരു ആഘോഷം, അത് ജൂതന്മാരെ സംബന്ധിച്ച് വലിയൊരു ഉത്സവമാണ്. അവരുടെ സാധാരണ മതപരമായ ആഘോഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത് നമ്മളുടെ ഓണം പോലെ അല്ലെങ്കിൽ ദീപാവലി പോലെ അവർ ആഘോഷിക്കുന്ന ഒരു സംഗതിയാണ്. മതപരമായ ചടങ്ങുകളൊക്കെ വളരെ മിനിമം മാത്രമേ ഉള്ളൂ. ഇത് മക്കബായരുടെ കാലത്ത് സെലൂസിഡ് രാജാവാണെന്ന് എനിക്ക് തോന്നുന്നു, ഗ്രീക്ക് രാജാവ്. അവർ അന്ന് ഗ്രീസ് ആധിപത്യത്തിലായിരുന്നു ആ പ്രദേശം മുഴുവൻ. അപ്പൊ ഗ്രീസ് ആധിപത്യത്തിലുള്ള ആ പ്രദേശത്ത് സിറിയയുടെ ഭാഗത്തുള്ള ഗവർണർ, അദ്ദേഹം ഗ്രീസിന്റെ ഗവർണറായിട്ട് സിറിയ കീഴടക്കി വെച്ചിരിക്കുന്ന ആളാണ്. സിറിയയിൽ നിന്ന് ജെറുസലേമിലേക്ക് ഉണ്ടായ ആക്രമണത്തിന്റെ ഭാഗമായിട്ട് അവർ ജെറുസലേം ദേവാലയമൊക്കെ മ്യൂട്ടിലേറ്റ് ചെയ്യുന്നുണ്ട്, അത് അശുദ്ധമാക്കുന്നുണ്ട്, അതുപോലെ ജെറുസലേം പിടിച്ചെടുക്കുന്നുണ്ട്. അവർക്കെതിരെ മക്കബായരുടെ നേതൃത്വത്തിൽ നടന്ന ആ ഒരു തിരിച്ചടി, ആ തിരിച്ചടിയിലെ സെലൂസിഡിന്റെ സൈന്യത്തെ പായിക്കാൻ അവർക്ക് സാധിച്ചു, തോൽപ്പിക്കാൻ സാധിച്ചു. അങ്ങനെ തോൽപ്പിച്ച് അവർ ദേവാലയം പിടിച്ചെടുക്കുകയും അങ്ങനെ തിരിച്ചു പിടിച്ച ദേവാലയത്തിൽ ഇവർ പൂജ അർപ്പിക്കാൻ ചെല്ലുമ്പം അവിടെ വിളക്കിലൊഴിച്ച് കത്തിക്കാനുള്ള എണ്ണ, അത് വളരെ മിനിമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസത്തേക്ക് കത്തിക്കാനുള്ള എണ്ണ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് സ്പെസിഫൈഡ് ആയിട്ടുള്ള എണ്ണയാണ് അതിന് ഉപയോഗിക്കേണ്ടത്. എന്തൊക്കെ ആചാരങ്ങൾ നടത്തിയ എണ്ണയാണ് ഉപയോഗിക്കേണ്ടത്. അത് ഒരു ദിവസത്തേക്ക് കത്തിക്കാനുള്ള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവരത് വിളക്കിലൊഴിച്ച് കത്തിച്ച് അത് 8 ദിവസത്തേക്ക് വിളക്ക് കത്തി നിന്നു എന്നാണ് അവരുടെ വിശ്വാസം. അത് അവരുടെ ഏതോ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് ആ ഒരു കാര്യമാണ്
അവരിവിടെ ഓർമ്മിക്കുന്നത്. അപ്പൊ ഇത് ദീപങ്ങളുടെ ഒരു ഉത്സവമാണ്. ഇപ്പൊ ഒരു ദിവസം ഒരു വിളക്ക് കത്തിച്ചു വെച്ചാൽ അതിന്റെ ഒരു ദിവസത്തേക്ക് ആവശ്യമായ എണ്ണ കൊണ്ട് അത് 8 ദിവസത്തേക്ക് കത്തി നിന്നു എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്ത് 8 ദിവസമുള്ള ഒരു ആഘോഷമാണ്. ആ ആഘോഷത്തിന്റെ തുടക്കമായിരുന്നു ഇന്നലെ അവിടെ ഉണ്ടായിരുന്നത്. അത് ഓസ്ട്രേലിയയിലെ ആ ജൂയിഷ് കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് അവരത് ബീച്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുക. അത് എല്ലാ വർഷവും അവിടെ ഉള്ളതാണ്. അപ്പൊ എല്ലാ വർഷവും അവർ ബീച്ചിൽ ഗ്യാദർ ചെയ്യുകയും ബീച്ചിലുള്ള ആഘോഷങ്ങളുമായിട്ട്, അതായത് അവിടെ കുളിക്കുക, നീന്തുക, ബോട്ടിങ് നടത്തുക, ഇങ്ങനത്തെ ആഘോഷമൊക്കെ ആയിട്ട് ഒരുപാട് നേരം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ആഘോഷം. ആ ആഘോഷത്തിന്റെ ഭാഗമാക്കിക്കൊണ്ടാണ് ഇവർ ഈ ഹനൂക്ക് ആഘോഷിച്ച് തുടങ്ങുന്നത്. ഒരു വലിയ ഉത്സവമാണ്. ആ ഉത്സവത്തിനകത്തേക്കാണ് ഈ പിശാച് പോയിട്ട് കയറുന്നത്. അപ്പൊ അവര് ഇതുവരെ ആളുകൾ ഒന്നിച്ചു നിൽക്കുന്നതുകൊണ്ട് റാൻഡമായിട്ട് ഷൂട്ട് ചെയ്താലും കൊള്ളാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിനകത്ത് ഇപ്പൊ ഇതുവരെ 16 പേര് മരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏകദേശം 40-നടുത്ത് ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. 2 പോലീസുകാരും അതിനകത്ത് ഉൾപ്പെടും. ദേ ആർ ഫാറ്റലി ഇഞ്ചേർഡ്. ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. കാരണം ഈ ആക്രമണം അത്ര തീവ്രമാണ്. അപ്പൊ നിശ്ചയമായിട്ടും ഇതിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച വന്നിട്ടുണ്ട്. ജൂയിഷ് കമ്മ്യൂണിറ്റി അവിടെ കുറച്ചൊന്നുമല്ല, രണ്ട് വലിയ ജൂയിഷ് കമ്മ്യൂണിറ്റികളുണ്ട്. സിഡ്നിയിൽ ഒരെണ്ണമുണ്ട്, മെൽബോണിൽ ഒരെണ്ണമുണ്ട്. ഇതൊക്കെ പിന്നെ ഒരു 10-76 ആളുകൾ അടങ്ങുന്ന വലിയ കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ ആ കമ്മ്യൂണിറ്റിയുടെ പ്രൊട്ടക്ഷൻ ഉറപ്പാക്കുന്നതിൽ ഗവൺമെന്റ് പരാജയപ്പെട്ടു എന്നുള്ളത് വളരെ വ്യക്തമായ സംഗതിയാണ്. അപ്പൊ ആദ്യം കാണുന്ന TV ഇന്റർവ്യൂസിലൊക്കെ ആളുകൾ പറയുന്നത് ഗവൺമെന്റിന്റെ പരാജയത്തെ കുറിച്ച് തന്നെയാണ്. വളരെ നന്ദി അങ്ങ് ഞങ്ങളോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതിന്. ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരി, അന്താരാഷ്ട്ര നിരീക്ഷകൻ, അദ്ദേഹമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിച്ചത്. വളരെ നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന്.